പുനഃസംഘടനാ തർക്കത്തിനിടയിൽ പുതിയ KPCC ഭാരവാഹികളുടെ യോഗം നാളെ ആദ്യത്തെ കോർ കമ്മിറ്റി ചേരാനിരിക്കുകയാണ്. നിർബൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നിർബൻ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അതായത് നാളെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇടതുമുന്നണി സർക്കാർ. നാളെ KPCCയുടെ ആദ്യ കോർ കമ്മിറ്റി ചേരുമ്പോൾ പരാതിമുക്ത ഒരു കോൺഗ്രസായി മാറ്റാൻ അവിടെ പറ്റുമോ? എന്താണ് സ്ഥിതി? തീർച്ചയായും വിനിഷ, പലതരത്തിലുള്ള തർക്കം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറിമാർ, KPCC വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ട്രഷറർ, അതിൻ്റെ പ്രഖ്യാപനം 76 ആയിരുന്നു. അതിൽ തന്നെ വലിയ തരത്തിലുള്ള തർക്കം വന്നു. ആ തർക്കത്തിലാണ് പല നേതാക്കൾ ഇടഞ്ഞത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ DCC അധ്യക്ഷനെ ചൊല്ലി സ്ഥിരം അധ്യക്ഷൻ വേണമെന്ന നിലപാടിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആദ്യ KPCC പുതിയ നേതാക്കളുടെ ആദ്യ യോഗം VD സതീശൻ്റെ എതിർപ്പ് കാരണം കൂടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് യോഗം മാറ്റിവെച്ചത്. വീണ്ടും AICC ഹൈക്കമാൻഡ് നേതാക്കളെല്ലാം ദില്ലിയിൽ കൂടിയാലോചന നടത്തി. അങ്ങനെയാണ് ഒരു കോർ കമ്മിറ്റി നിലവിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും ശശി തരൂരും, ഒപ്പം തന്നെ നിലവിലെ KPCC പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ചേരുന്ന കോർ കമ്മിറ്റി, ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ കോർ കമ്മിറ്റിയിലുണ്ട്. അങ്ങനെ ഒരു കോർ കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുകയാണ് കോർ കമ്മിറ്റിയുടെ ലക്ഷ്യം. മാത്രമല്ല, VD സതീശനോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത്, നിലവിൽ നിസ്സഹകരണം ഒഴിവാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കാൻ നേതാക്കൾ തയ്യാറാകണം. ഇക്കാര്യങ്ങളിൽ VD സതീശൻ്റെ മാറി നിൽപ്പും പലതരത്തിലുള്ള ഈ തരത്തിലുള്ള നിസ്സഹകരണവും കാരണം പലതരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന കാര്യം മുതിർന്ന നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനെ വെവ്വേറെ അറിയിച്ചു. അതാണ് K. സുധാകരൻ ഈ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തിയെന്ന കാര്യം അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. അങ്ങനെ ആ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും KPCCയുടെ ആദ്യ ഈ പുതിയ ഭാരവാഹികളുടെ യോഗം നാളെ ചേരുന്നത്. ഒപ്പം തന്നെ കോർ കമ്മിറ്റി യോഗവും ചേരും. ആ യോഗത്തിന് മുൻപും VD സതീശൻ തൻ്റെ നിലപാടുകളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഹൈക്കമാൻഡ് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വിട്ടുനിന്നാൽ സംഘടനാ നടപടി വരും. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് പോലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന വാർത്തകൾ പ്രചരിക്കും. അത് പാർട്ടിക്ക് എതിരാവും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലേക്കൊരു തുറന്ന പോരിലേക്ക് പോകാൻ സതീശൻ തയ്യാറാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നാളത്തെ യോഗം അതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ കോൺഗ്രസിനെ ആര് നയിക്കും എന്ന തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഹൈക്കമാൻഡ് വെച്ചിട്ടുള്ള നിർദ്ദേശം ആര് നയിക്കുമെന്ന ചർച്ച വേണ്ട, ഒറ്റക്കെട്ടായി നയിക്കണം, അങ്ങനെ ഒരു നേതാവിൻ്റെ പേര് പറയേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. KC വേണുഗോപാൽ കൂടി കേരളത്തിലേക്ക് കണ്ണുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം പോഷക സംഘടനയെല്ലാം പിടിച്ചടക്കി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള താല്പര്യം അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആര് നയിക്കും, പുനഃസംഘടനയിലെ തർക്കം, സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാനുണ്ട്. ഇത്തരം തർക്കങ്ങൾക്കിടയിലാണ് നാളെ യോഗം ചേരുന്നത്. അതുകൊണ്ട് യോഗം നിർണായകമാണ്. ആദ്യ കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ നേതാക്കളൊക്കെ തന്നെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ആദ്യ KPCC യോഗത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിനിഷ.